വേറെ ആരും കള്ളത്തരം കാണിച്ചാൽ അത്ര ഇവിടെ പിടിക്കാൻ പറ്റില്ല. ഞാൻ പൊക്കും. കള്ളത്തരം മറക്കാൻ അറിയാത്ത നിന്റെ വാസ്കോ തെറ്റിച്ച് പാടുന്നുണ്ട് പോയിന്റ് വന്നു. അപ്പൊ ഞങ്ങൾ തെറ്റിച്ചു പാടില്ലോ. എല്ലാവർക്കും വി ടോക്സിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി വിസ്പർ ചാലഞ്ച്. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ച് ആണ് ഗൈസ്. അപ്പൊ അതിന്റെ പാർട്ട് 2 കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പാർട്ട് 2 ചെയ്യാന്നുള്ളത്. സോ ഗൈസ് അപ്പൊ നമ്മൾ പൊളിക്കാൻ വേണ്ടി പോകുന്നത് വിസ്പർ ചാലഞ്ച്. ഓക്കെ, ഇതെങ്ങനെയാണ് നടത്തുന്നത്? ഇത് ടീമാണ്, ഇത് ടീമായിട്ടാണ് കളി. ഞാനും AK ടീം, അവിടെ വാസ്കോയും കോമ്പനാണ് ടീം. പ്രാവശ്യം കൂടെ കൂട്ടിയില്ല, കളിക്കാൻ അറിയുന്നവരെ കൂടെ കൂട്ടി. അത്ര ഞാൻ കളിക്കാൻ അറിയുന്നവരെ നമ്മളാ ജയിക്കും, അത്രേ ഉള്ളൂ. തോക്കോ ഇത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് പോയി. ഇല്ലല്ല, അതൊരു ഷോക്ക് വെച്ചാണ് കാര്യം. ഇത് ഷോക്കല്ല, ഇത് വേറെ ഷോക്കാ. ഇത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറ്റിച്ച ടീമിനെ അടിക്കാം, ഓപ്പോസിറ്റ് ടീം. അപ്പൊ നമുക്ക് നിങ്ങൾ അടിക്കാൻ പറ്റും. ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ടീം വാസ്കോ കോമ്പൻ റെഡി അല്ലേ? ടീം AK റാഷിക് റെഡിയാണ്, നമ്മൾ ഓൾവേസ് റെഡി. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ് അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹെഡ്ഫോൺ വെക്കുന്നത് ഗൈസ് നമ്മുടെ കൊമൻ ടീം എന്നാണ് വാസ്കോഡ് വെക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് അപ്പൊ ഞങ്ങളാണ് പറയാൻ പോകുന്നത്. ഗൈസ് അപ്പൊ നമ്മള് സിനിമ പാട്ട് അറിയാൻ വേണ്ടി പോകുന്നത്. അല്ലല്ല, സിനിമ പാട്ട്. ഇതിനൊക്കെ കേൾക്കണ്ടോ? പാട്ട് ഓണാക്കിയിട്ടില്ല. അപ്പൊ സിനിമ പാട്ട്, സിനിമ പാട്ട്. ഏത് മൂവിയാന്ന് പറയാതെയോ? നമ്മള് പാട്ടിങ്ങനെ പാട്ടാന്ന് ചുണ്ടനക്കുമ്പോ കണ്ടുപിടിക്കണം. ഇവനെ ചുണ്ട് കണ്ടിട്ട് വേണം, ചുണ്ടിൽ നോക്കി കണ്ടിട്ട് വേണം പറയാൻ ഏതാന്നുള്ളത്. ഓക്കെ, റെഡി അല്ലേ? നിനക്ക് അറിയണ പറഞ്ഞുതരാ. പിന്നെ ഗൈസ് നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, പാട്ടിട്ടെ. റെഡിയാണോ? റെഡിയാണോ? ആ കണ്ട കേക്കുണ്ട്. പതുക്കെ പറയാം. ആ കുറ്റിനു മർദ്ദ വെട്ടി. അതെ, കൂടുതൽ ഷൈൻ ചെയ്യാൻ നിന്നാ ഇവിടെ നടന്ന യഥാർത്ഥ കാര്യം ഞാൻ പറയും. ഞാനൊരു തമാശ പറഞ്ഞു. പൊന്നോ കൊടുക്കത്താ. പിന്നെ ആ കുച്ചിന് മർദ്ദ വെട്ടി. കൊച്ചിന് മർദ്ദപ്പെട്ടി. കുറച്ചുകൂടി കൂട്ട്. ആ കൊച്ചിന് മർദ്ദപ്പെട്ടി. ആളാ ആ കൊച്ചിന് മർദ്ദപ്പെട്ടി. സ്വപ്നയിലാണ് സ്വപ്ന സുന്ദരി. എങ്ങനെ ഗൈസ്? അപ്പൊ അടുത്തത് നമ്മുടെ AK ആണ് ഹെഡ്ഫോൺ വെച്ചിട്ടുള്ളത്. അവരാണ് തീരുമാനിക്കുന്നത്. പാട്ട് ഓൺ ചെയ്യും. അതാണ് പാടുന്നത്. മാമ്പഴം മലകമ മാമ്പഴം സൈലത്തെ മാമ്പഴം ചുണ്ട് മാമ്പഴം മലകമ മാമ്പഴം മാമ്പഴം മലകമ സൈലത്തെ മാമ്പഴം നീതാനടി. മാമ്പഴം മൽഗോമ മാമ്പഴം സേലത്തെ മാമ്പഴം നീതാനടി. മാമ്പഴം സേലത്തെ മാമ്പഴം നീതാനടി. ഇത് പാട്ടണോ? മാമ്പഴം സേലത്തെ മാമ്പഴം നീതാനടി. അവനിങ്ങനെ പതുക്കെ പറഞ്ഞാൽ ചുണ്ടറക്ക് ചുണ്ടനക്ക് മരി. മാമ്പഴം സേലത്തെ മാമ്പഴം നീതാനടി. ആ ടൂണില് പാടി. ആ ടൂണ് തന്നെ ആടിയത്. ടൂണിലല്ല, പാടി മാമ്പഴം സേലത്തെ മാമ്പഴം നീതാനടി. രാഗത്തിന് പാടി.
മാമ്പഴം മാമ്പഴം സേലത്ത് മാമ്പഴം എന്തിനു നീതാനടി. ഒന്നുകൂടി ലാസ്റ്റ് ഒരു വട്ടം കൂടി പറ തീർന്നു. ലാസ്റ്റ് ഞാൻ പറയാം. മാമ്പഴക്കാലാണോ? ആ അതന്നെ. പാടിക്കാം. മാമ്പഴം മാമ്പഴം പറഞ്ഞു ഈ പൊട്ടൻ ആദ്യല്ലേ മാമ്പഴം പറഞ്ഞു. അല്ലല്ല മാമ്പഴം അവന്റെ ഒപ്പം ഞാൻ ടൂളിൽ പാടി നോക്കി മാമ്പഴക്കാലം എന്ന് പറയുന്നില്ലേ. അപ്പൊ ഞാൻ അത് പാടും. പക്ഷെ അത് കറക്റ്റ് ആവുന്നില്ല ഇവന്റെ ടൂളിലപ്പോ. അല്ലല്ല ഈ പാട്ട് എനിക്ക് കിട്ടിയത് മാമ്പഴം. പക്ഷെ അത് ഞാൻ പാടിയിട്ട് ഇവന്റെ ടൂണിന്റെ ഒപ്പം കറക്റ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ അതായിരിക്കും മാമ കൊറേ പറയുന്നുണ്ട്. രണ്ടൊരു സിനിമ പാട്ട് അല്ല ഈ പാട്ട് പറഞ്ഞാൽ മതിയാ. ഈ പാട്ട് പറഞ്ഞാൽ മതിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. മാമ്പഴത്തിന്റെ തുടക്കാണ് ഞാൻ പാടിയത്. ഈ പാട്ടിന്റെ തുടക്കം എങ്ങനെയാണ്? അപ്പോ എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോണേ. കൊമ്പനാണ് ഹെഡ്ഫോൺ വെക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പ്രാവശ്യം ഞങ്ങളാണ് വിസ്പർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പാടാം. ഓക്കെ. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസേ. ചോര ചോര കൊണ്ട് പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസേ. എന്തോ പീച്ചേന്ന് മനസ്സിലായി. ചോര പീച്ചേ നാലാമത്തെ മൂന്നാമത്തെ തവണ പൈനാപ്പിൾ പെണ്ണെ മലയാളി പാടട്ടെ. പാടിയില്ലേ? പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് തവണ തുറക്കാവോ? പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് വളച്ചു ഒടിക്കാതെ അങ്ങനെ തന്നെയല്ലേ പ്രേമിച്ചു വളക്കാതെ. മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയാൻ പ്രാവശ്യം പാടിയോ? മൂന്നാമത്തെ റിപ്പീറ്റ്. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് മായാണ് തുടക്കം. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് പ്രേമിച്ചു വളക്കാതെ. എന്താ പീച്ചേന്നുള്ള ഇതേപോലെ മൂന്നോട്ടം ഇനി രണ്ടോട്ടം ഉള്ളൂ. മൂന്നോട്ടം പാടി. എന്താ പീച്ചേടാ? പീച്ചേണ്ട് മായി തുടങ്ങുന്ന പീച്ച. നാലാമത്തെ പ്രാവശ്യം ശ്രദ്ധിച്ച് കേക്ക്. ചാർ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് വളച്ചു ഒടിക്കാതെ. ഉടായിപ്പാണല്ലേ പാടുന്നത്? പാടാം. കിടിലം പാട്ടാ. ഞാൻ കേട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടില്ല. അഞ്ചാമത്തെ പ്രാവശ്യം ലാസ്റ്റ് പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ്. മലയാളി അഞ്ചോട്ടം കഴിഞ്ഞു പാടുന്നതിന് മുന്നേ മലയാളി എനിക്ക് ഒരു കൊല്ലണം. പാട്ട് പാടിക്കോട്. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് പ്രേമിച്ചു വളക്കാതെ. അതാണ് പാട്ട്. പീസ് അല്ല ഗൈസ്. ഓക്കെ, അപ്പൊ കൊമഡി ചാൻസ് കഴിഞ്ഞു. അപ്പൊ ഇനി ഞാനാണ് ഹെഡ്ഫോൺ വെക്കാൻ പോകുന്നത്. പാടാ. ചിന്നാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന കണ്ടില്ലേ? ഇത് ചുണ്ടൊന്നും അരക്കണില്ല കേട്ടോ. 2 3 ഫസ്റ്റ്. ചിന്നാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറുന്നേവാ. ഒന്നൂടെ. ചിന്നാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചു. കിന്നാരം ചിന്നാരം കളിച്ചോരുമ്പേ. ഇവ കുറിച്ചുപറ്റി അങ്ങനെ തന്നെ പാടിയത്. പാട്ടല്ലേ പിന്നാരം അങ്ങനെ എന്തോ സംഭവം. ഒന്നുകൂടെ. കിന്നാരം ചിരിച്ചു കിന്നാരം ചിന്നാരം ചിരിച്ചുളുമ്പുന്ന മണിക്കുയിലേ. മൂന്നെണ്ണം കഴിഞ്ഞേ. കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറുന്നേ വാ. കിന്നാരം മിന്നാരം അല്ലേ? അഞ്ചെണ്ണം കഴിഞ്ഞ്. കിന്നാരം മിന്നാരം 2 3. പാട്ടെന്ന് പാടിയിട്ടില്ല. പിന്നെ അങ്ങനെയല്ലല്ലോ പാടണ്ടേ. അങ്ങനെയല്ലല്ലോ പാടണ്ടേ. നീ അല്ല ഇപ്പോഴും പാടുന്നത് തെറ്റാ. നീ എന്തിനാണ് പാടുന്നത്? അവനിപ്പോ കേക്കും. അത് അവന് പാട്ട് അവനിപ്പോ ആ മേടി കേൾക്കൂല.
പാടിയേക്കൂട്ടോ പാട്ട് പാടിയില്ല ആ പാട്ടല്ല കുറിച്ചുപട്ടി പാടിയതൊക്കെ വൻ ശോക. നീ പാടിയ പാട്ട് ചിന്നാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറുന്നേ ഞാൻ പറഞ്ഞു ഇടിക്കും ഞാൻ. ഞങ്ങൾക്ക് പോയിന്റ് ഒന്നില്ലെങ്കിൽ ഞാൻ ഇത് വാദിക്കും. ഇല്ല, നീ വാദിച്ചോ. നീ വാദിച്ചോ. ചിങ്കാരെന്നല്ല ചിങ്കാരം നീ ആദ്യം പറയണം. ഓക്കേ, ആദ്യം പാട്ട് കേട്ടത് പറയണമായിരുന്നു. ആദ്യം പാട്ട് കേട്ടത് പറയണം. അല്ല, അതെങ്ങനെ ഇങ്ങനെ point വരണേ? ഓക്കേ, ഞാൻ പറഞ്ഞു ചിന്നാർന്ന് പാടിയില്ല അവൻ ചിന്നാർന്ന് പാടിയില്ല. നീ എങ്ങനെ ഇല്ല, നടക്കത്തില്ല. ഫസ്റ്റ് ഉമ്മാരെ മിന്നാരങ്ങിന്നായിരുന്നു ചിങ്കാരങ്ങിന്നായിരുന്നു. ഓക്കേ, പാട്ട് തെറ്റണി ആദ്യം പറയത്തില്ലേ? പാട്ട് തെറ്റണി അവൻ ആദ്യം പറഞ്ഞു. മാറ്റി പാടും. വേറെ മറിച്ചപ്പെട്ടില്ല. നിങ്ങൾ പാടിയില്ല. നിങ്ങൾ പാടില്ല. നിങ്ങൾ പാടിയിട്ടില്ല. അപ്പൊ ചായ അതല്ല അത് വിട് അത് വിട്. മരിച്ചപ്പെട്ടിക്ക് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പോലെ ഗൈസ്. അപ്പോ കഴിഞ്ഞ റൗണ്ടില് ചെറിയ പാട്ടിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. പക്ഷെ പാട്ട് ഏതാന്നുള്ള നമ്മള് ഗസ് ചെയ്ത് കറക്റ്റ് പാട്ട് ഏതാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മരിച്ച പെട്ടിന്നൊക്കെയാണ് ഫസ്റ്റത്തെ റൗണ്ടില് വാസ്കോ മരിച്ച പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയിന്റ് കൊടുത്തായിരുന്നു. അപ്പൊ ഇതിന് നമ്മൾ പോയിന്റ് എടുക്കാം. 1-1 നെക്സ്റ്റ് റൗണ്ടിൽ ഗൈസ്. ഓക്കെ, നമ്മള് സിനിമ പേരാണ് വെക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഓക്കെ, ഇനി പാട്ടല്ല സിനിമ പേരാണ്. സോ വാസ്കോണ് ഗൈസ് ഫസ്റ്റ് ഹെഡ്ഫോൺ വെക്കേണ്ടത് നമ്മുടെ ടീമിൽ നിന്ന് AK വിസ്പർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വെക്കു സുഹൃത്തെ. ആ സൗണ്ട് കൂട്ടിയാൽ നോക്കിയാ നോക്കട്ടെ. അഭിനയായിരിക്കും. ഓക്കെ AK പിടിച്ചോ, ഞാൻ പിടിച്ചോ. ഒരു വടക്കൻ വീരഗാഥ. എന്നിട്ട് ഒരു വടക്കൻ വീരഗാഥ. അതെ, ഒരു വടക്കൻ വീരഗാഥ. പറയണ്ടത് എന്ത് പറയണ്ടേ? പറയുന്ന മൈക്കിലേട്ടോ പറയാ. സൗണ്ടില്ലല്ലോ അവന്റെ. അവൻ കേക്കില്ലല്ലോ എങ്ങനെ പോയാലും. ആ കേക്കണ്ട. മൈക്കിൽ കേട്ടാ പറയാ പോണ അവിടുന്ന്. ഞാൻ വായ മരിക്കാൻ നടക്കുന്നുണ്ട്. ഒരു വടക്കൻ വീരഗാഥ. ഒരു ഇതിനേക്കാള് നന്നായി പറയാൻ പറ്റിയാട്ടോ. അത്ര ലിപ്സിക് ആക്കിയിട്ടുണ്ട് ഞാൻ. 2 മണിയോ? 4 എവിടെ പറഞ്ഞു ഏക്ക് ചത്താലും അടുത്ത റൗണ്ട് നീ പോയിട്ട് തുടങ്ങിയിട്ടില്ല. പാട്ടല്ലടാ. എടാ, അത് എന്നോട് പറഞ്ഞായിരുന്നോ? പാട്ടല്ല പടമാണോ? എടാ, അവന്റെ പാട്ട് വെച്ചിട്ട് നമ്മളിരുന്ന് നമ്മള് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പാട്ട് വെച്ചത്. ഇല്ലില്ല. നെക്സ്റ്റ് റൗണ്ടിൽ ഗൈസ്. ഓക്കെ, നമ്മള് സിനിമ പേരാണ് വെക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഓക്കെ, പ്ലാൻ ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാലേ അവനാ പാട്ടൊക്കെ പാടിയില്ല. സിനിമ പേരാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇവിടം സ്വർഗമാണ്. പിന്നെ ഇവിടം സ്വർഗമാണ്. ഇവിടം സ്വർഗമാണ്. മൈക്കിൽ കേട്ടാ. അയ്യോ, മൂന്നോട്ടം ഇവിടം സ്വർഗമാണ്. മനസ്സിലായില്ല. മനസ്സിലാവില്ലല്ലോ. 4 ഇവിടം സ്വർഗമാണ്. 5 ഇടുന്നിട്ട് വലിക്കുന്നുണ്ട്. എനിക്ക് അറിയാത്ത എന്തായാലും പറഞ്ഞു ഗസ് ചെയ്തോ. ഇനിയിപ്പോ വേറെ പണിയില്ല. 5 വട്ടം പറഞ്ഞു കിറ്റ് ചെയ്താ. അയ്യോ, ഇവിടം സ്വർഗമാണ്. ഇവിടം സ്വർഗമാണ്. ഗൈസ്, അപ്പൊ ഇനി AK ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. വിസ്പർ റെഡിക്കോ. എടാ, സിനിമ പേരാണ് കേട്ടോ. ചിന്താമണി കൊലക്കേസ്. ചിന്താമണി കൊലക്കേസ്. ചുണ്ടനക്ക് നിന്റെ പല്ലിങ്ങനായിട്ട് നീ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ചിന്താമണി കൊലക്കേസ്. ആ പല്ല അങ്ങനെ വരുള്ളൂ. അത് ചിന്താമണി കൊലക്കേസ്. സ്പീഡിൽ പറഞ്ഞു. ചിന്താമണി കൊലക്കേസ്. നിർത്തി പറയേ. ഞാൻ ഓരോരോ അക്ഷരമായിട്ട് പറഞ്ഞു തന്നല്ലേ. ചിന്താമണി കൊലക്കേസ്. ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത്. 4 ഇവൻ പറഞ്ഞു പാട്ടല്ല ഇങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? എനിക്ക് ഇങ്ങനെ പറഞ്ഞു ഇവിടെ സ്വർഗമാണ് ഇങ്ങനെ പറയാറുണ്ട്. സ്വർഗമാണ് ഇങ്ങനെ പറഞ്ഞ പറയണ്ട. സീരിയസ് ആയിട്ട് പറഞ്ഞ ചിന്താമണി കൊലക്കേസ്. ഒന്നുകൂടി ചിന്താമണി കൊലക്കേസ്. എനിക്ക് മനസ്സിലാവില്ല. ചുണ്ട് നോക്കി മനസ്സിലാവുള്ള എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സ്പീഡ് ഭയങ്കര സ്പീഡിൽ ചിന്താമണി കൊലക്കേസ്. അല്ല, നിനക്ക് മനസ്സിലാവുന്ന രീതി ഇത് കിട്ടൂല. പേരാണത്. ചിന്താമണി കൊലക്കേസ്. അത് കഴിഞ്ഞ് മതി. കൊറേ നേരമായോ നീ ഇപ്പൊ സംസാരിക്കല്ലേ? ഇത് കഴിഞ്ഞ് ആണാണ്. ക്വിറ്റ് ചെയ്തിട്ട് അത് കേൾക്കുന്നില്ല. ഒന്നും മനസ്സിലായി. ചിന്താമണി കൊലക്കേസ്. ഇത്ര വലിയ പേര് ചിന്താമണി കൊലക്കേസ്. ഇതേപോലെ ചിന്താമണി കൊലക്കേസ്. ഇത്ര ഇതിലല്ലേ ഇങ്ങനെയല്ലേ
ഇവിടെ സ്വർഗമാണ്, ഇവിടെ സ്വർഗമാണ്. ഇവിടം സ്വർഗ്ഗമാണ്. ഞാൻ നോക്കി, ഇവിടം സ്വർഗമാണ്. ഇതേപോലെ പറഞ്ഞെ. ഇവിടെ അങ്ങനെയാണ് ചിന്താമണി പറഞ്ഞത്. കൊൽക്കേ. ഇങ്ങനെ ഇത്രയല്ലേ ഓർമ്മ? റെഡിയല്ലേ? നീയൊക്കെ പറ. റെഡിയല്ലേ? ഓക്കെ. വെള്ളാനകളുടെ നാട്. അയ്യോ, രണ്ടാവട്ടം വേണോ? ഇതിനെങ്ങനെ പറയുമ്പോ പടം വെള്ളാനകളുടെ നാട്. ചുണ്ടുമുട്ടിയില്ല. ചുണ്ടുമുട്ടാണ്ട് നമുക്ക് പറയാനറിയാം. മുട്ടാണ്ട് നിർത്തി ഞാൻ നിനക്ക് സൈലൻസ് സൈലൻസ്. മൂന്നാമത്തെ പറയണേ വെള്ളാനകളുടെ സിനിമ പേരാണ് പറയണേ. അല്ല അല്ല, അല്ല, അല്ല. എന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് വെച്ച് പോരാ അവിടുന്ന്. ഇങ്ങനെ പറയുന്നുണ്ട്. മൂന്നാമത്തെ പറ. ഇനി ഇപ്പൊ നീ ഒരെണ്ണം പറഞ്ഞില്ലേ? മൂന്നെണ്ണം പറഞ്ഞു. രണ്ടാമത്തെ പറ. അല്ല, രണ്ടാമത്തെ പറ. അല്ലല്ല നാലാമത്തെ മൂന്നാമത്തെ വെള്ളാനകളുടെ നാട്. വടക്കൻ വടക്കൻ തെക്ക്. വടക്കൻ തെക്ക്. തെക്ക് മാറി ഇടത്തോട്ട്. നാലാമത്തെ വെള്ളാനകളുടെ നാട്. പോയി പോയി. സാധനം പോയി. സാധനം പോയി. സാധനം പോയി. മേടിച്ചോ. വാ കൂട്ടിയിട്ടാണ്. ആണ്. വാ. എന്ത്? വെള്ളാനകളുടെ നാട്. വെട്ട് പോയി 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 പോയി. ബാബാ എനിക്ക് വന്ദേ ഭാരത്. വന്ദേ ഭാരതല്ല മറ്റേ മറ്റേ ഇത് മറ്റേ ട്രെയിനിന്റെ പേരെന്തായിരുന്നു പണ്ടാരോ? അതല്ല. ആനകളുടെ നാടെന്നാണ്. വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട്. ആ, വെച്ചേ. ഇതപ്പോ ഈ റൗണ്ട് ഒറ്റ ടീമിന് പോയിന്റ് ഇല്ല കേട്ടോ. ഇതെന്തായാലും അങ്ങോട്ട് ഓർപ്പാ. വാമനപുരം ബസ് റൂട്ട്. അത് പറഞ്ഞ കേക്കട്ടെ ചേട്ടന്മാര്. മലയാളല്ലേ? അല്ല, ഹിന്ദി. ഹിന്ദി ഇല്ല, മലയാളം മാത്രമേ ഉള്ളൂ. അത് ഹിന്ദി കേട്ടതാ. അതാ ഓളെ കൂട്ടിച്ചേ. വാമനപുരം ബസ് റൂട്ട്. നീ ഒന്ന് പറഞ്ഞിട്ട് പോയ രാശിക്ക് നീ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും. നന്നാകട്ടെ ഒരാൾ വെച്ചിട്ട് നീ പറഞ്ഞു. എനിക്ക് നേരത്തെ മൂന്നാമത്തെ എന്തോ വാമനോ? അവൻ ആ പടം അറിയില്ല. അവനറിയത്തില്ല. വാമനം. എന്തോ ഈ വാമനാണെന്ന് മനസ്സിലായി. വേറൊന്നും മനസ്സിലായില്ല. അടുത്ത പറ, നാലാമത്തെ പറ. എടാ എനിക്ക് സിനിമ പേര് അറിയില്ലടാ. വാമനം തമ്പുരാനാ? ആ, അതന്നെ. അവനും തമ്മിൽ. അറിയില്ല, അതാ. എടാ അത് ലാസ്റ്റത്തെ മനസ്സിലാവുന്നില്ല. അറിയില്ല. ഒരു വഴിയില്ല. അഞ്ചായില്ലേ? എനിക്ക് ആ വാമന കിട്ടിയാ പറയാ. വാമനപുരം ബസ് റൂട്ട്. വാമനപുരം ബസ് റൂട്ട് മോഹൻലാലിനോടോ അത് കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. മനസ്സിലല്ലോ. ഗൈസ് ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോകണേ ഗൈസ്. അപ്പൊ നമ്മുടെ സിനിമ പേര് കഴിഞ്ഞു, മറ്റേ സോങ്സ് കഴിഞ്ഞു അല്ലേ? രണ്ടും കഴിഞ്ഞു. ഇനി ഗൈസ് നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിൽ ഇഷ്ടമുള്ള വേർഡ് പറയാം എന്നുള്ളതാണ്. വാസ്കോടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു വേർഡ് പറയാൻ വേണ്ടി പോകണം. ഓക്കെ. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മാനവൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. വെട്ട് കളിയാ വെട്ട്. മനസ്സ് നന്നാവട്ടെ, ആ മനസ്സിലായി. മതമേതെങ്കിലും ആവട്ടെ, മനുഷ്യൻ നന്നാവട്ടെ. മരം മാനവൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. അതവൻ പറയണെങ്കില്ല. അയ്യോ, അത് വിട്ടത്. ടിക്ടോക്ക് സ്റ്റാലിൽ അവർക്ക് നീ പറ. അതാണ് മനുഷ്യൻ വെച്ചാ അന്തോടെ പറഞ്ഞേ. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മാനവൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. ഇന്നത്തെ പകുതി വാക്കുകൾ അവന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മലയാളം ആണെങ്കിലും മനുഷ്യൻ നമ്മുടെ മലകളെല്ലാം മലകളെല്ലാം പൊലിയട്ടെ. പൂരങ്ങളുടെ പറയാ. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ. മറ്റെല്ലാവരും പാവങ്ങളോ? നീ മാത്രം ദുഷ്ടനെ, ബാക്കി എല്ലാരും പാവം. ഒന്നുകൂടി പറയാം. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. ഓ മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനുഷ്യൻ ബാക്കിയുള്ള മാങ്ങ വെച്ചിട്ട് മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. എനിക്ക് പറയാൻ പറ്റില്ല. അതല്ല, ഇത് വെച്ചില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റൂല. അത് പറഞ്ഞാരോ നീ അല്ലാണ്ടൊന്ന് പറഞ്ഞടാ. ഇപ്പൊ പറഞ്ഞേ, ഇപ്പൊ കേട്ടോന്ന് പറഞ്ഞു. മനുഷ്യൻ നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മതേതരാവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. അവിടെ ഇനി കേട്ടില്ല. അയ്യോ ഗൈസ്, ഇനി ഗൈസ് ഓക്കെ ഏക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഡിസ്കസ് ചെയ്യണോ എന്തൊക്കെ മരുന്നത്ര ആലോചിക്കും ഒരു വാക്ക് പറയാണ്. അടുത്ത എനിക്ക് വല്ല പറഞ്ഞ
ഓക്കെ കുലല്ലേ ഇപ്പൊ ആരത്തൊക്കെ പറയണേ പോണ വേണ്ട ഇതൊരാളുടെ പേരാണ്. ഓക്കെ, പൊട്ടാവൻ കേക്കൂല. കേക്കണ്ട. വാമനപുരത്തെ കൊച്ചു തമ്പുരാൻ. എന്റെ വാമനപുരത്തെ കൊച്ചു തമ്പുരാൻ. വാ വാ ഓ ഇ. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. വായടാ. തുടക്കം വായടാ. വാമനപുരത്തെ കൊച്ചു തമ്പുരാൻ. വാമനപുരം അല്ലേ? ആണ്, അതന്നെയാണ്. ആണ് വാമനപുരം. വാമനപുരം. അപ്പൊ 3 ആയി ചേട്ടാ. 4 ആയി. ഇല്ലില്ല 3 ആയുള്ളൂ. ഫസ്റ്റ് അവൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാ. ഇല്ലില്ല 3 ആയിട്ടുള്ളൂ. ഫസ്റ്റ് പറഞ്ഞ കൂട്ടി ഞാൻ അങ്ങോട്ട് നോക്കിപ്പോ ഞാൻ പറഞ്ഞു. ഇതൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ വാമനപുരത്തെ കൊച്ചു തമ്പുരാൻ. വാമനപുരത്ത്. ബാക്കി മരം കൊണ്ട് വാമനപുരത്ത് വരെ നോക്കിയാളോ? എന്തൊക്കെ അത് ഒറ്റടല്ലേ ഉള്ളൂ. എനിക്കറിയാം. നിക്കട്ടെ ചുണ്ട് പരിഹരിക്കാനാണോ? കിട്ടൂല. ഇങ്ങനെ വാമനപുരത്തെ കൊച്ചു തമ്പുരാൻ. അതന്നെ കിട്ടിയില്ലേ? ചൗക്കപ്പള്ളിയിലെ കൊച്ചു തമ്പുരാനോ? അല്ല വാമനപുരത്ത് കൊച്ചു തമ്പുരാൻ. അതൊക്കെ വാമനപുരത്ത് കൊച്ചു തമ്പുരാനല്ലേ? കുറച്ചുണ്ടെങ്കിൽ വീഡിയോയിലുണ്ടോ? നമുക്കൊരു പോയിന്റ് ഉണ്ട്. വാമനപുരത്ത് ഒരു കൊച്ചു തമ്പുരാൻ. 2 അത് തിരിഞ്ഞ നീ തിരിച്ചാണെങ്കിലും ഒരു കൊച്ചു തമ്പുരാൻ നമുക്ക് പോയിന്റ്. ഏക്കേട്ടൊക്കെ കള്ളം പറയാണ്. അത് അവന്റെ മുഖത്തിൽ കാണും. കുറച്ച് നോക്കിയേ വീഡിയോയിൽ നോക്കിയേ. ഓൾറെഡി കൊറേ ബാധിച്ച എന്റെ സൗണ്ട് ഇല്ല. വീഡിയോ ഞാൻ കുറച്ചിട്ടില്ല. നോക്കേ പോയി നോക്കിട്ട് വാ. കട്ട് ചെയ്തിട്ട് നോക്ക്. ഓക്കെ ഡിസ്കസ് ചെയ്യാനോ എന്തൊക്കെ മരുന്നത്ര ആലോചിക്കും ഒരു വാക്ക് പറയാണ്. അടുത്ത എനിക്ക് വല്ല പറഞ്ഞു ഗൈസ്. അപ്പൊ നിങ്ങൾ റിപ്ലൈ ഉണ്ടല്ലോ ഈ പൊട്ടൻ കളകളി കളിച്ചോണ്ട് അതന്നെ ശരിക്കും ഇവിടെ വേറെ ആരും കള്ളത്തരം കാണിച്ചാൽ അത്ര ഇവിടെ പിടിക്കാൻ പറ്റില്ല. കാണിച്ചാൽ ഞാൻ പൊക്കും. കള്ളത്തരം മറക്കാൻ അറിയാത്ത കള്ളത്തരം സംബന്ധിച്ചു എന്റെ അഭിനയത്തില് അത് ആരോടെ തർക്കിക്കാത്ത അഭിനയോ ഞാൻ പറയട്ടെ. അവന്റെ മുഖത്തേക്ക് ഇവർക്ക് തിരിയത് അത്ര നേരം പിടിച്ചിങ്ങനെ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. ഗൈസ് അപ്പോ നമ്മള് ലാസ്റ്റത്തെ റൗണ്ടിലോട്ട് നമ്മുടെ ഫൈനൽ റൗണ്ടിലോട്ട് കിടക്കുവാണ്. ഈ റൗണ്ട് കഴിയുന്ന സമയത്ത് ആർക്കാണ് പോയിന്റ് കൂടുതൽ അവരായിരിക്കും നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ വിന്നർ. ഇപ്പോ നമുക്ക് ഞങ്ങളുടെ ടീമിന് 2 പോയിന്റും അതുപോലെ തന്നെ കൊമ്പന്റെ ടീമിന് 1 പോയിന്റും ആണുള്ളത്. കൊമ്പൻ ആൻഡ് ഏക്കയാണ് ഗൈസ് ഇരുത്തിയിട്ടുള്ളത്. ക്രോസ് ആണ് ഇരുത്തിയിട്ടുള്ളത്. റെഡി അല്ലേ? റെഡി. ഓക്കെ എന്റെ പൊന്നു ഏക്കെ ചത്താലും ജയിച്ചോ. ഞാൻ നോക്കടാ. നീ ഞങ്ങളുടെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്തിൽ സൗണ്ട് കുറയ്ക്കും ഞങ്ങളല്ലടാ. പറയട്ടെ ശുക്ലാംബ അല്ല അത് എല്ലാരും അവിടെ വായിലോട്ട് നോക്കി. നീ എന്താ പറഞ്ഞത്? ഞാൻ ശുക്ലാം പറഞ്ഞു വിളിച്ചു ശശികാരൻ. അയ്യോ അത് പറയല്ലേ പൊന്നാണ്. നീ പണിയത് പറഞ്ഞോ. അവൻ നേരെ ശുക്ലം എന്നാണ്. ഹരിഹര സുധനാനന്ദന്റെ മകൻ AK ടോക്ക്. ലാസ്റ്റ് AK ടോക്ക്. ബാക്കി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ലാസ്റ്റ് AK ടോക്കാണ്. രണ്ടാമത് വേണോ? രണ്ടാമത് വേണോ? ഹരിഹര സുധനാനന്ദന്റെ മകൻ AK ടോക്ക്. ഭയങ്കര പ്രശ്നമാണ്. കിട്ടൂല. ആയിട്ടില്ല. ഹരിഹര സുധനാനന്ദന്റെ മകൻ AK ടോക്ക്. കുഴപ്പമില്ല. അവര് തോപ്പിക്കാം. ഈ പോയിന്റ് ഞങ്ങക്ക് വേണ്ട. അല്ലടാ
കേൾക്കാത്ത പോലെ അഭിനയിക്കുന്ന നമുക്കിപ്പോ പറയും കിണ്ടി പറയും പൊട്ടനെ പോലെ ഇരിക്കുക പൊട്ടൻ ആലിക്കട പോലെ കാണിച്ചപ്പോ പറയുന്നു ലാസ്റ്റ് ഏക്കേട്ടോക്കാണ് എന്തോ മൂഞ്ചിത്തരാണെന്ന് എനിക്ക് മനസ്സിലായി. ഏക്കേട്ടോക്കാണ് ലാസ്റ്റ്. ചെറുതായിട്ടൊന്നും ഡേഡിനും വേണ്ടി പറഞ്ഞൊന്നുമില്ല. വെറുതെ എന്തിനാ ഇങ്ങനെ മുണ്ണന്റെ മാതിരി അഭിനയിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടെന്ന് ഇത് അവനെ കേട്ടിട്ടായിരിക്കുന്നത് ഈ അഭിനയം എനിക്ക് ആനന്ദന്റെ മകനെ കേട്ടോ പറയാൻ ഹരിഹര സുധൻ ആനന്ദന്റെ മകനെ കേട്ടോക്കെ. ആടലോടകത്തിൽ ഉണ്ടാക്കിയെടുത്ത കരിങ്കുരങ്ങ് രസായനം. നമ്മള് പൊട്ടി 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 വേണം ഒന്നുകൂടെ അല്ല ഇതെന്തായാലും പറയുവാണെങ്കിൽ നമുക്ക് കേട്ടു അർത്ഥം. ഇത് പറയാൻ കിട്ടൂല. അതിൽ നല്ല എടുത്ത് മാറ്റി വെക്കുക. അന്തസ്സുണ്ട് ഇതിന് മാറ്റി വെക്കുകയാണെങ്കിൽ ആടലോടകത്തിൽ ഉണ്ടാക്കിയെടുത്ത കരിങ്കുരങ്ങ് ആടി കിട്ടില്ല. പക്ഷെ കിട്ടില്ല അടലോടൽ രണ്ടാമത്തവണ പറ. ഒരു വട്ടം പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞില്ലേ നോക്കിട്ട് പോലില്ല. കാരണം ഞാൻ ഇവര് നോക്കിയത് ആടലോടകത്തിൽ ഉണ്ടാക്കിയെടുത്ത കരിങ്കുരങ്ങ് രസായനം. അല്ലെ എന്റെ പൊന്നു മാസ്ക് ഇത് പറയുകയാണെങ്കിൽ അവൻ കേട്ടു അർത്ഥം. ആടലോടകത്തിൽ ഉണ്ടാക്കിയെടുത്ത ഇത് ഇങ്ങോട്ടുള്ള ഡയലോഗ് സത്യം പറഞ്ഞ ഉണ്ട് ഡയലോഗ് ഉണ്ട്. ആടലോടകത്തിൽ ഉണ്ടാക്കിയെടുത്തതാണോ? ഒന്ന് വന്നേ ഒന്ന് ചെക്കൻ. ഞാനിപ്പോ തിരിച്ചു പോയേ. ഞാനിതിപ്പോ സൗണ്ട് ഇപ്പൊ കൂട്ടി എത്ര അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് നാലാമത്തെ വട്ടെങ്കിലും പറയണോ. ഞാൻ അങ്ങനെ അശോകവനത്തിൽ കുടിയിരുന്ന ചിന്താവിഷ്ടയായ സീത. ഒന്ന് കഴിഞ്ഞു. നമ്മളെ പൊട്ടി മനസ്സിലായില്ലേ? മനസ്സിലായോ പൊട്ടിയത്? ഇത് കൃഷ്ണന്റെ അശോകവനത്തിൽ കുടിയിരുന്ന ചിന്താവിഷ്ടയായ സീത. അശോക ചക്രവർത്തിയുടെ കുണ്ടി അശോക ചക്രം ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് അവന്റെ അടുത്ത് അതൊക്കെ. അശോകവനത്തിൽ കുടിയിരുന്ന ചിന്താവിഷ്ടയായ സീത. നിന്നെ കൊല്ലം കുത്തിയ അശ്വത് കൃഷ്ണ അശോകന്റെ മകൻ. നിന്റെ അശോകവനത്തിൽ കുടിയിരുന്ന ചിന്താവിഷ്ടയായ അശോകവർത്തിയുടെ ആടി പൊളി. തോറ്റല്ലേ ഒരു അശോകവനത്തിൽ കുടിയിരുന്ന ചിന്താവിഷ്ടയായ സീത. നീ പറഞ്ഞു കഴിഞ്ഞാ ഇതെങ്ങനെയാ കള്ളക്കളി എടുത്തേന്ന് ആലോചിക്കേണ്ടി വരും. അശോക ചക്രവർത്തിയുടെ മകനെ കേട്ടോ. അടിപൊളി സൂപ്പർ. അശോകവനത്തിൽ കുടിയിരുന്ന ചിന്താവിഷ്ടയായ സീത. ഞാൻ ഗോയ്സ് അപ്പോ നമ്മുടെ ഫൈനൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കോമഡി ടീം 1 പോയിന്റും അതുപോലെ തന്നെ നമ്മുടെ ടീം 2 പോയിന്റ് നമ്മളെ ഒറ്റ പറഞ്ഞ തർക്കിച്ച് നമ്മള് കളിച്ച് അല്ല എന്ത് പട്ടിയായിരുന്നു? മരപ്പട്ടിയാ കൊച്ചി എന്ത് പട്ടിയല്ല നായ അഞ്ചു പോളാണ് മരിച്ച പട്ടിയാന്ന്. അതന്നെ വരൂല ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാ തുപ്പല് അയ്യോ അടിക്കാൻ പറഞ്ഞോ കൈ നീട്ടാ. എന്ത് പോയിന്റ്? അല്ലല്ല കളി തോറ്റ ടീമിനെ അടിക്കണം. ഓർഡറിൽ പോവാ തോറ്റ ടീമിനെ അടിക്കേണ്ടത്. കൈ നീട്ട്. തോക്കല്ല ആള് കൈ എനിക്ക് കൈ നീട്ടുന്നില്ല. കൈ നീട്ടില്ല. കൈ തരാ എല്ലാടി അടിക്കുന്നത് വൈ നല്ല വേല ചൂടിലാണ് ചൂട്. അടുത്ത കൊമ്പ ചോന്ന് ചുമല കളറ് അടിച്ചോ
നമ്മുടെ ക്രൂ എന്തൊക്കെ കൊടുത്ത് തന്നിട്ടുണ്ട്. എന്താ സാധനം ഇത് ഷെയ്ക്കും ഗൈസ്? അപ്പൊ ഷെയ്ക്ക് ഒരു ബർഗർ തന്നിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് വെച്ചു എന്താ വെച്ചു എന്നാ വെച്ചു. ബ്ലൂബെറിയാ ദുബായ് ഷെയ്ക്ക്. തന്തൂരി നിക്കറ മേടിച്ച് കഴിക്കുന്ന പോലെ. ജ്യൂസിയാണ്. ഉള്ളി ഉണ്ട് അതിന്റെ ഉള്ളിൽ. അത് ഇതാണ് ഉള്ളി ബർഗറാണ്, അതുകൊണ്ടാണ് ജ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കടി തരാവോ? കാസർഗോഡ് എന്നാ പറഞ്ഞു. ഇവിടെ മധുരം നായ പറയുന്നത് ഇങ്ങോട്ട് ഈ ചിരി അഥവാ ഇടാക്കുന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് എനിക്ക് വരുന്ന സാധനമാണ്. ജയിച്ചവന്റെ മുഖത്തൊക്കെ അങ്ങനെ കണ്ടാവും. ജയിക്കാത്ത പോലത്തെ കണ്ണീരുണ്ടാവും, നമ്മളെ ഷെയ്ക്ക് ഉണ്ടാവും. അതാണ് വ്യത്യാസം. വായന ഒളിച്ചു തുടച്ചോളാം. ഗായ്സ് നല്ല കൂള് സാധനം. എന്തായാലും ഗായ്സ്, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടില വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ